േണ്ട കർമ്മം എന്താണ് എന്ന് മാത്രമാണ് അവർ ചോദിക്കുന്നത്. മത്സ്യപുരാണം 70:19 ഇത് പറയുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: വേശ്യാനാമപി യോ ധർമ്മസ്തന്നോ ബ്രൂഹി തപോധന കഥയിഷ്യത്യതസ്താസാം സദാൽഭിശ്ചൈകിതായന. ഹേ തപോധന, അല്ലയോ തപോധനനായ മഹർഷേ, വേശ്യാനാമപി, വെപ്പാട്ടികളായ അഥവാ വേശ്യകൾ അനുഷ്ഠിക്കേണ്ടതായ യഹ ധർമ്മ, ധർമ്മങ്ങൾ, കർമ്മങ്ങൾ ഏതാണോ, തത് ആ ധർമ്മങ്ങൾ നഹ ബ്രൂഹി, ഞങ്ങളോട് പറഞ്ഞു തന്നാലും. അതഹ, അതിനാൽ, സഹ ചൈകിതായനഃ ദൗൽഭ്യ, ആ ആശ്രയസ്ഥാനമായ ദൗൽഭ്യൻ എന്ന മഹർഷി താസാം അവരോട് കഥയിഷ്യതി, ആ വ്രതത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു: ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു തരൂ എന്നല്ല, മറിച്ച് വെപ്പാട്ടികളായി വേശ്യകളായി നിന്നുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യേണ്ടതായ കടമകൾ എന്തെല്ലാം എന്നാണ് അവർ ഇവിടെ ചോദിക്കുന്നത്. ഇതിന് അദ്ദേഹം പറയുന്ന ഒരു പൗരാണിക കഥയാണ് ഇതിനടിസ്ഥാനം. ഭോഗം ചെയ്യുന്നു, ബലാത്സംഗം ചെയ്യുന്നു എന്ന് ചുരുക്കം. മത്സ്യപുരാണം 70, 26, 27 ശ്ലോകങ്ങൾ. ദാൽഭ്യ ഉവാച: പുരാ ദേവാസുരേ യുദ്ധേ ഹതേഷു ശതശസ്സുരൈ ദാനവാസുര ദൈത്യേഷു രാക്ഷസേഷു തതസ്തത തേഷാം വ്രാതസഹസ്രാണി ശതാന്യപി ച യോഷിതാം പരിണീതാനി യാനി സ്യുർബലാദ് ഭുക്താനി യാനി വൈ. ദൗൽഭ്യൻ പറഞ്ഞു: പുരാ, പണ്ട്, ദേവാസുരേ യുദ്ധേ, ദേവാസുര യുദ്ധത്തിൽ, സുരൈഹി ദേവന്മാരാൽ, ദാനവാസുര ദൈത്യേഷു രാക്ഷസേഷു, ദാനവന്മാർ, അസുരന്മാർ, ദൈത്യന്മാർ, രാക്ഷസന്മാർ തുടങ്ങിയവർ, ഹതേഷു കൊല്ലപ്പെട്ടു. തതസ്തത അതിനുശേഷം, തേഷാം കൊല്ലപ്പെട്ട ആ അസുരന്മാരാൽ, പരിണീതാനി വിവാഹം കഴിക്കപ്പെട്ടവരും, യാനി വ്രാതസഹസ്രാണി ശതാന്യപി യോഷിതാം ച വ്രതനിഷ്ഠയുള്ളവരുമായ 10,000 സ്ത്രീകളെയും, യാനി ബലാദ് ഭുക്താനി സ്യുഹു ബലാത്സംഗം ചെയ്തു, ബലാത്കാരമായിട്ട് ആ ദേവന്മാർ സംഘം ചെയ്തു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ യുദ്ധം ജയിച്ചവർക്ക് യഥേഷ്ടം സംഭോഗം ചെയ്യാമെന്ന രീതി വൈദിക കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സുതാവാപിച്ച തത്സമ ഭവിഷ്യതി ച സൗഭാഗ്യം സർവാസാമപി ശക്തിതഃ. സ്വാമിനഃ രാജാനഃ, അധികാരികളായ രാജാക്കന്മാരെ തുല്യതയോടെ കാണണം. തേഷാം സുതാവ അപി, അതുപോലെ തന്നെ അവരുടെ മക്കൾ വന്നാൽ പോലും, തത് സമഹ, ആ രാജാക്കന്മാരെ പോലെ തന്നെ കണ്ട്, ശക്തിതഃ കുർവന്തു, നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് അവർക്ക് വേശ്യാവൃത്തി ചെയ്യണം, അവരെ സന്തോഷിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ സർവാസാം അപി, അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യം ച ഭവിഷ്യതി, സൗഭാഗ്യം വന്നു ചേരും. അച്ഛൻ വന്നാലും അവരുടെ മക്കൾ വന്നാലും ശരി, അവരെയെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ശരീരം കൊടുത്ത് അവരെ ആനന്ദിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ വളരെ സൗഭാഗ്യം ലഭിക്കും.